ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക്. ഇതില് ഹൈഡ് ചെയ്യുന്ന ആളെ കയ്യിൽ പെയിന്റ് ബ്രഷ് ആണെങ്കിൽ സീക്ക് ചെയ്യുന്ന ആളെ കയ്യിൽ തോക്കാണ്. ഹൈഡ് ചെയ്യുന്ന ആളെ ബേർഡ് വെച്ച് കൊല്ലാന്. സോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് കറോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഹണ്ടർ ആണ്. ബ്രോ നിങ്ങളെ എല്ലാരും കാണിച്ചാ 60 സെക്കൻഡ്. ഈ 60 സെക്കൻഡിന്റെ ഉള്ളില് അത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹണ്ട് ചെയ്യാൻ പോവാ. ലെറ്റ്സ് ഗോ ബ്രോ. ഗണ്ണൊക്കെ സീൻ കണ്ടോ. 3 2 1 ലെറ്റ്സ് ഗോ ബ്രോ. പോട്ടെ ഇവിടെ ഈ മാപ്പ് ഇടോ സീനോടോ. ഈ മാപ്പ് ഭയങ്കര റിസ്കാ ഗൈസ്. ഇതേപോലത്തെ കുറെ മാപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള മാപ്പ് പറയുന്നത് ഒരു സൈസ് മങ്ങിയ മാപ്പടാ. ഓ ബ്രോ ഇത് കുറച്ച് റിസ്കാ കണ്ടുപിടിച്ചാന്. കള്ളം നിക്കണോക്ക അലക്ക് പിടിക്കൂ കള്ളമൊക്കെ. ഇതാ ഞാൻ പറഞ്ഞത്. ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ കണ്ടുപിടിക്കണം. എവിടെ ഉള്ളത് എന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് മൊത്തം ഒന്ന് നോക്കി നോക്കാം. അളിയൻ ചുമലും അടിച്ചിട്ടാണ് നിക്കിയത്. എടാ ശരിക്കും നോക്കണം കേട്ടോ. എവിടെ ഉള്ളത് എന്നൊന്നും മനസ്സിലാവൂലേ. ഒന്നാമത് ഇവര് ഇതിന്റെ ഫിൽറ്ററും മാറ്റിക്കണെന്ന് എനിക്ക് തോന്നുന്നത്. കള്ള കണ്ടോ ഇതൊക്കെ ഓടാ അവിടുന്ന്. ഓന്റെ മാങ്ങ ഓനെ നമ്മളെ ഇവനേതാ പോടാ. ഇവനെന്ത് പോക്ക പോണത്. അത്ര ഉള്ളു മച്ചാനെ. എടാ ഓടറാ. എന്ത് സിമ്പിളാടാ. ഇത് നല്ല രസമുണ്ട്. നമ്മക്ക് കൂടി പെയിന്റ് അടിക്കാൻ തന്നെ അപ്പൊ പൊളിക്കും. ഇപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് തപ്പണടാ. എവിടേക്ക് ഉള്ളത് എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തെങ്കിലും മേലക്കൊന്ന് പോയേക്കാം. ഹലോ എന്നെ പിടിച്ചൂലേ. അല്ലാന്ന് വാ. എടാ മേലെ ഇല്ലാന്നാ തോന്നുന്നത്. ഇവിടെ മൊത്തം ബലൂണൊക്കെയാണ്. എവിടാ ഇതാരാ. ആളല്ല. ഇപ്പൊ നമ്മൾ ടോട്ടലി 3 ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിയും 6 ആൾക്കാര്. ബ്രോ ഈ ഭാഗത്തൊക്കെ ആൾക്കാരില്ല പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ വാതിൽ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റൂല. ഇല്ല. ഓ ഇതിന്റെ ഉള്ളിലുണ്ടാവൂടാ. ഇതിന്റെ ഉള്ളിൽ ഉറപ്പായിട്ടുണ്ടോ? എനിക്ക് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. നോക്ക് ശരിക്കും നോക്ക്. ഇതിന്റെ ഉള്ളിലുണ്ടോ? ഇല്ല. എവിടെ 13 സെക്കൻഡ് ഇടോ. ഇനിയുണ്ട് 4 ആൾക്കാർ കണ്ടുപിടിക്കാനേ. എന്നിട്ട് വരുന്നത് കാണില്ലല്ലോ. ഓ നോ ബ്രോ. ഇവിടെ എവിടേക്കോ ഉണ്ടവൻ. ആക്കണേ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടേനെ. കാണില്ലവര്. അതാണ് ബ്രോ. ഓടോ കൊയിഞ്ഞടോ. 3 ആൾക്കാർ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വിന്നർ ആയിരുന്നു. പക്ഷെ ഇത് പറ്റിയില്ലടാ. ലെറ്റ്സ് ഗോ ഗൈസ്. നെക്സ്റ്റ് നമ്മള് ഹൈഡർ ആവാൻ പോകാണ്. ലെറ്റ്സ് ഗോ ബ്രോ. ഇതേതാ മാപ്പ് എന്ന് എനിക്കറിയില്ല കേട്ടോ. മാപ്പ് നല്ലതാണെങ്കിൽ ബ്രോ ഓടോ നമ്മള് നേരത്തെ കളിച്ചിട്ടില്ലേനു. ആ മാപ്പിനാണ്. ഇവിടെ നമുക്ക് എങ്ങനെ കളിക്കാം. അല്ലേടാ ഇത് വേറെ ഏതോ മാപ്പാണ് ബ്രോ. ഇത് കുറച്ച് റിസ്ക് ആടാ. അപ്പൊ നമുക്ക് കുറച്ച് നോക്കി കളിക്കേണ്ടി വരും. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. മനസ്സിലായോ? എവിടെയാണ് ഒളിച്ചിക്കാം? 214 സെക്കൻഡ് ഉണ്ട് നമുക്ക് ഒളിച്ചിക്കാന്. അതേപോലെ 3 ഹണ്ടർ ഉണ്ടാ. നമ്മൾ പിടിക്കാൻ കുറെ ചാൻസ് കൂടുതലാ. ഓ എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്. നോക്കട്ടോ ചിലപ്പോ അത് കറക്റ്റ് ആയിരിക്കുവേ. നോക്കി നോക്ക. ഇതില് നമുക്ക് പല പോസ് ഇടാൻ പറ്റും. സോ നമുക്ക് ഈ പോസ് ഇടാം. അതായത് നമുക്ക് ഇവിടെ ഒരു കുപ്പായം തൂക്കിട്ട പോലെ അങ്ങനെ നിക്കട്ടോ. വാ എങ്ങനെ ഇപ്പൊ നിക്ക. അയ്യോ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് ചെരിഞ്ഞിക്ക. വാ ഇനി ഏത് കുപ്പായം? നമുക്ക് പെയിന്റ് അടിക്കണല്ലോ അല്ലേ. നമ്മള് ചുമരുമത്തെ ആ പെയിന്റ് ഇല്ലേ, ഓറഞ്ച് പെയിന്റ്, അതന്നെ വന്നോട്ടെ. വാ ഗൈസ്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഭയങ്കര ചിത്രം വരേനും. ഒരൊറ്റ ചിത്രം വരച്ച പോലും ടീച്ചർ പറഞ്ഞു ഇനി നമുക്ക് ഇതിന് ഡിസൈൻ കൊടുക്കണം. ഡിസൈൻ എങ്ങനത്തെ കൊടുക്കുന്നു വെച്ചാല് നമുക്ക് ഇവിടെ ഉള്ള കളറില്ലേ, നമുക്ക് ചുമരുമത്തെ കളർ തന്നെ ഡിസൈൻ ആയിട്ട് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ. അയ്യോ ഇത് കുറച്ച് റിസ്ക് ആടാ ഗൈസ്. ഡിസൈൻ ഒന്നും കൊടുക്കാൻ പറ്റില്ലടാ. ഇത് കണ്ടോ നമ്മളിപ്പോ കറക്റ്റ് ആയാലും ഒരു കുപ്പായിട്ട് തൂക്കിട്ട പോലെയില്ലേ. ഞാൻ കുറെ പെയിന്റ് അടിക്കാനൊക്കെ നോക്കി, നടക്കണില്ല. ചിത്രരചന ഇവിടെ നടക്കണില്ല. പക്ഷേടാ ഇന്നെ കണ്ടുപിടിക്കൂ. നമ്മൾ ഏകദേശം ഒരു ആളിന്റെ സ്ഥലത്ത് തന്നെ ഒളിച്ചു നിൽക്കണത്. വാ നമുക്ക് ഇപ്പൊ തന്നെ സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റണില്ല. എങ്ങനെ സ്പെക്ടേറ്റ് ചെയ്യില്ലെന്നില്ല എനിക്ക് അറിയണില്ല. സോ നമ്മളെടുത്ത് ആള് വരുന്നുണ്ടാ. ഇപ്പിലേക്ക് പറഞ്ഞൊരു ചെങ്ങായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. അതേപോലെ തന്നെ ബക്കറ്റിന്റെ ഉള്ളിൽ ഒരു കുതിര ഒളിച്ചിക്കണോ. കുറെ നേരമായിട്ടുണ്ടേനു. ഓ ബ്രോ ഓരോരുത്തരും ഒളിച്ചിക്കണോക്ക്. മറിയസ്. ഓ അങ്ങനെ കുറെ ആൾക്കാർ ഒളിച്ചിക്കുന്നുണ്ട്. ഓ ബ്രോ ഓരോരുത്തർ കട്ടിലൊട്ടിലൊക്കെയാണ്. എടാ എന്നെ പിടിക്കരുത്. എന്നെ പിടിച്ചിക്കണോന്ന് നോക്കി നോക്കട്ടെ. എടാ ഒരു ഹണ്ടർ ഇവനാടാ ചാൾസ്. ഇപ്പിലേക്ക് 3 ഹണ്ടേഴ്സ്. 3 ഹണ്ടേഴ്സ് ഉണ്ടല്ലേ. നമ്മളെ പിടിച്ചിട്ടില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതില് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഹണ്ടർ വിജയിച്ചു. എടാ ചാൾസ് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടാ. ചാൾസ്. ഓ ബ്രോ ചാൾസ് നമ്മളെടുത്തെത്തിയടാ. അയ്യോ എടാ നോക്ക് നമ്മള് മേലുണ്ട്. ചാൾസ് നമ്മളെടുത്തേക്ക് എത്തി.
കണ്ടിട്ടില്ല മച്ചാനെ കിടിലും. അയ്യോ ആക്സസ് നമ്മുടെ അടുത്തേക്ക്. ഇൻട്രസ്റ്റിംഗ്. എടാ ഈ കളി നല്ല രസാ. ഇത് മൾട്ടിപ്ലെയർ ആയിട്ട് ഫ്രണ്ട്സിന്റെ പൂ കളിക്കണെങ്കിൽ സൂപ്പർ ആവൂലേ. അയ്യോ എടാ ഏതൊരു ചെങ്ങായി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ എന്നെ കണ്ടോ? എന്നെ കണ്ടോ? എടാ കണ്ടോ? ഒരാളൊക്കെ ഇറച്ചിപ്പൊതിന്റെ ഉള്ളിലോ കുളിച്ചിക്കണേടാ. ഇതൊക്കെ ഓനെ കണ്ട് മനസ്സിലാവും കൂടിയില്ല. ഇനി വെറും 3 ആൾക്കാർ മാത്രം. ഇവൻ എന്തായാലും കണ്ടുപിടിക്കും. പിന്നുള്ളത് ഒരുത്തന്. അയ്യോ ഇത് നമ്മൾ ചത്തതല്ലേ. ഇവനൊന്നും കണ്ടുപിടിക്കൂലടാ. ഇതൊക്കെ നോക്ക്. ഇവനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? ലെറ്റ്സ് ഗോ ഗൈസ്. 3 ഹണ്ടേഴ്സും അതേപോലെ തന്നെ 3 പെയിന്റേഴ്സും. ഇവനൊന്നും തപ്പിട്ട് ഇനി കാര്യമില്ല. മറ്റേ പൈപ്പ് തോനൊന്നും കിട്ടാൻ തന്നെ പോണില്ല. കണ്ടോ ഇവന് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ പൈപ്പിന്റെ ഉള്ളിൽ ഇറച്ചിന്റെ ഉള്ളിലൊക്കെ ഇരിക്കണോ എങ്ങനെ ഇവനൊക്കെ കണ്ടുപിടിക്കാം? ഒന്ന് നോക്ക്. ലെറ്റ്സ് ഗോ ബ്രോ. ഇതില് ഞാൻ അണ്ടറാകാം. എടാ ആരെങ്കിലും വാടാ, ഞാൻ ഒറ്റക്കാകൂല. എടാ വാടാ. അയ്യോ ഗൈസ് നമ്മൾ ഒറ്റക്ക് അതിൽ ഹണ്ടർ. അയ്യോ അല്ല 3 ആൾക്കാർ ഹണ്ടർ നോർമൽ ആയിട്ടാകും. സോ നമ്മളൊരു ഹണ്ടറാണ്. അതേപോലെ തന്നെ ഇവർ രണ്ടാളും നമ്മളെ ഫ്രണ്ട്സ് ആണ്. ബാ ലെറ്റ്സ് ഗോ ബ്രോ. എടാ നേരത്തെ മാപ്പ് തന്നെ. നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോ ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ടില്ലേനോ? ഇതിൽ ഫിൽറ്റർ ഇല്ല. നമുക്ക് ആദ്യം സൗണ്ട് മൊത്തത്തിലൊന്ന് കൂട്ടണം മച്ചാനെ. എവിടെ ഇതിന്റെ സൗണ്ട് ഒക്കെ? വെയിറ്റ്. ഓക്കെ ഇനി നമുക്ക് കിട്ടും മച്ചാനെ. ഇനി നമുക്ക് കിട്ടും. ഓക്കെ ഒരാളെ നമുക്ക് ഇപ്പൊ കിട്ടും. കണ്ടോ ഈ ഓനെ മിക്കവാറും ഇതിന്റെ അടിയിലുണ്ടാവും കേട്ടോ. എനിക്ക് കാണാൻ പോലും. എടാ ടോയ്ലറ്റിന്റെ അടിയിൽ നിന്ന് ഒളിച്ച് നിക്കുന്നോടാ. നിക്കടാ. എവിടെടാ നീ? എടാ ഇവിടെ എടുത്തുണ്ടോ? എടാ കാണാനല്ലോ ഇവനെ. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കണില്ല കേട്ടോ. കണ്ടു സൗണ്ട് ഉണ്ടാക്കണ്ട്. ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഓ ബ്രോ ഇതിൽ കൂടെ നമുക്ക് പോകാൻ പറ്റൂലേ? വാ ഇവിടെ അടുത്തെവിടേക്കോ ഉണ്ടാളിയോ. എടാ കള്ള ഓളിച്ചു നിക്കുന്നടാ. ഓടിപ്പോടാ. എടാ ഇവനെയാണ് ഇത്ര നേരം തെരഞ്ഞു നീങ്ങതി. നമുക്ക് സൗണ്ട് വേറെ രീതിയിലൊക്കെയാണ് കേൾക്കണത്. പക്ഷേ നമ്മൾ സെന്റർ മാത്രം നോക്കിയാ പോരല്ലേ. നമ്മൾ മൊത്തത്തിൽ നോക്കണം. വാ ഗൈസ് അങ്ങനെ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. ഓന് പെയിന്റ് അടിച്ച സോഫി കുത്തിരിക്കണ്ടില്ലടാ. എടോ 50 സെക്കൻഡിലൂടെ അതിന്റെ മുന്നേ കണ്ടുപിടിച്ചണം. ഇവിടേക്ക് എന്തൊക്കെ ഇവിടേക്ക് ഉണ്ടാ. ഇവിടെ ഓ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. എടാ ഇതാരടാ? എടാ കള്ള. എടാ 2 ആൾക്കാർ കുത്തിരിക്ക. ലെറ്റ്സ് ഗോ. എടാ ഇപ്പോഴല്ലേ മനസ്സിലായത് കളി. 2 ആൾക്കാർ അവിടെ കുത്തിരിക്കേനെ. ഓക്കെ ഇനി വെറും 2 ആൾക്കാരുള്ളടാ. ഒരാൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അവനെയാണ് കിട്ടേണ്ടത്. ഇതാണോ നീ? അല്ലല്ല ഇവിടെ അടുത്തെവിടെയാണ്. എടാ ഇതിന്റെ ഉള്ളിക്കല്ലോ കയറിപ്പോയോ? എനിക്ക് അറിയണില്ലല്ലോ. ഓ അപ്പുറത്താന്ന് തോന്നണടാ. എടാ ഇവ ഇവിടെ ഇല്ല തോന്നണേ. ഓ വേറെ സ്ഥലത്ത് എവിടെയാണെന്ന് തോന്നണേ. എടാ ഇതൊക്കെ എങ്ങനെയാണത്? എടാ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണെന്ന് നോക്ക്. ഇത്ര നേരം എവിടെയാണോ ബ്രോ? എടാ ഇതൊക്കെ സ്കില്ല് തന്നെ കേട്ടോ. കാണാൻ പോലും പറ്റണില്ല നോക്കി. പക്ഷെ ഇതൊന്നും ഈ ഐഡാൻസിക്കല് പറ്റൂലടാ. അതൊന്നും പെയിന്റ് അടി ഒന്നും കൂട്ടൂല. കാരണം ഇരുട്ടത്ത് ചെന്ന് ഒളിച്ചിക്കാം. മറ്റേ ചെങ്ങയില്ല ബലൂണിന്റെ മേലേക്ക് ഓനൊക്കെയാണ് സൂപ്പർ. അത് നിങ്ങൾ 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? ഞാൻ അതിൽ ഓനക്കൊരു 9.5 കൊടുക്കും. കാരണം ഓല സിൽവറിന്റെ കളറൊക്കെ അതേപോലെ തന്നെ വരച്ചാണ് വെച്ചിക്കണ്. ബാ നെക്സ്റ്റ് നമുക്ക് എന്താകാൻ പറ്റും നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരാളൊക്കെ അവിടെ. എടാ ഈ പൊട്ടൻ ഇവിടെ തന്നെ ഉണ്ടേനോ? അയ്യേ ഇവരെ ശ്രദ്ധിച്ചതേ ഇല്ല. ലെറ്റ്സ് ഗോ ബ്രദർ. മച്ചാനെ നമ്മൾ പുതിയ മാപ്പ് കത്തി ബ്രോ. ഓക്കെ നമുക്ക് 220 അത്രയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒളിച്ചിക്കും. നമുക്ക് ഇതിന് മേലേക്ക് കയറണോ? മേലേക്ക് കയറുന്ന ഗുഡ് ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ കുക്കീസിന്റെ ഉള്ളിൽ പോണോ? എടാ ഇതൊക്കെ ഏത് സ്ഥലത്ത് ഒളിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ലല്ലോ. നമുക്ക് ഈ കേക്കിന്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പ് ആകാൻ പറ്റുമോ? അത് ഒന്ന് നോക്കി നോക്കിയാലോ. വാ നമുക്ക് കേക്കിന്റെ ഉള്ളിൽ അത് പറ്റൂലടാ. ഇത് പറ്റൂ? അയ്യോ അടാ മൂട്ട് നോക്കി ഇവിടെ പറ്റൂല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്ഥലം നോക്കടാ. നമുക്ക് ഇവിടെ വന്നിട്ട് നിക്കാം. എന്നിട്ട് നമുക്ക് പെയിന്റ് കൊടുക്കണത് ഏത് കളറാന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു കുറച്ച് കളർ. എടാ ടൈം കുറച്ചുള്ളൂ. അയ്യോ ഇതെങ്ങനെ ഇതുണ്ടോ? അയ്യോ ഇതൊക്കെ എങ്ങനെ? എടാ യു ബേർഡ് ലൊക്കേഷൻ. അയ്യോ എടാ ടൈം കഴിഞ്ഞേ. ഇനി നമുക്ക് വെയിറ്റിംഗ് ഇല്ലേ? കറക്റ്റ് ആയിട്ട് അടിക്ക്. എടാ വേഗം പെയിന്റ് അടി. അയ്യോ കഴിഞ്ഞു. നീ നമുക്ക് ഒന്നും ചെയ്യാനില്ല മച്ചാനെ. പെട്ട്. അയ്യോ നമ്മളിപ്പോ തന്നെ പിടിക്കൂ. അയ്യോ പിടിക്കല്. അയ്യോ എല്ലാരും പിടിക്കണുണ്ടോ? നമ്മളെ മാത്രം പിടിക്കാത്ത മതി. അയ്യോ നമുക്ക് അപ്പോതില്ലേ മെല്ലെ പെയിന്റ് അടിക്കാം. എടാ അതിന്റെ അടുത്ത് കത്തി. ആ കൊച്ചുപൊളിയൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ എടാ എടുത്ത് കത്തി. എടാ ഇങ്ങനൊന്നും ഒരാളും പെയിന്റ് അടിക്കാൻ പാടില്ല. അയ്യോ പൊളി. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ ഏകദേശം സെറ്റ് ആയി എന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇപ്പൊ അങ്ങനെ കാണാനൊന്നും ചാൻസ് ഇല്ല. കണ്ടോ
പക്ഷെ അവിടേക്ക് നോക്ക് കഴിച്ച് മൊത്തം ആൾക്കാര്. അയ്യോ ഇങ്ങോട്ട് വരില്ലേ. ഇനി 3 അണ്ടേഴ്സും വെറും 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. എടാ ഒച്ചിമുളി ഉണ്ടാക്കല്ലേ ബ്രോ. നമ്മൾ ഒളിച്ചിക്കുന്ന സ്പോട്ട് കൂട്ടാ പച്ചാല്. അയ്യോ എടാ ഏതൊരു ചങ്ങായി വരുന്നുണ്ടാ. മേലെ കേറ് ലെറ്റ്സ് ഗോ ബ്രോ. മേലക്ക് കയറി തപ്പണുണ്ട്. എടാ ഇൻട്രസ്റ്റിംഗ്. എടാ ബാക്കിന്ന് ഒരാൾ വരുന്നുണ്ടാ. അയ്യോ നമ്മളാണെങ്കിൽ പെയിന്റ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും അടിച്ചിട്ടില്ലേനു. അയ്യോ അവിടെ പിടിച്ചോ? ഇല്ല പിടിച്ചില്ല. വിസിലടിക്കല്ലേ. ഓ ബ്രോ കണ്ടില്ല അവൻ കേറിപ്പോയി. അത് നിങ്ങൾ കണ്ടോ? പൊട്ടൻ എന്ന് വെച്ചാ ലോക പൊട്ടൻ. ഒരു ഒളിച്ചിക്കണോക്ക കേക്കിന്റെ കടിയില്. ഇവനൊന്നും കണ്ടുപിടിക്കാനേ പറ്റൂല. എടാ നമ്മളെ കണ്ടു തോന്നണട്ടോ. എടാ ഒരുത്ത് നമ്മളെ കണ്ടു. എടാ കണ്ടടാ? ഇല്ല കണ്ടില്ല മണ്ടൻ. ബ്രോ ഗൈസ് ഇനി നമ്മൾ ഒറ്റക്കുള്ളൂ. 3 അണ്ടേഴ്സ് നമ്മൾ ഒറ്റക്കൂ. ഗൈസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. 20 സെക്കൻഡ് ഗൈസ്. 20 സെക്കൻഡ്. വാ. ഒച്ചിമുളി ഉണ്ടാക്കല്ലേ. ലാസ്റ്റ് ഒരു 8 സെക്കൻഡ് ഒക്കെ ആവുമ്പോ നമുക്ക് വിളിച്ച ഒലിപ്പിച്ചാട്ടോ. വാ. ലെറ്റ്സ് ഗോ ബ്രോ. Let's go guys. നൈസ്. മറ്റോ നോക്കി നിക്കണക എത്ര വിട്ട് ഇതിന്റെ മുന്നിൽ കൂടെ പോയതാണ് മൻ. ബ്രോ സിമ്പിൾ ഈസി പീസി. ലെറ്റ്സ് ഗോ ബ്രോ. ഇനി ലാസ്റ്റ് നമ്മളാണ് ഹണ്ടർ. എങ്ങനെന്റെ കോസ്റ്റ്യൂം. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരൊക്കെ എന്ന് വെച്ചാല് നമ്മൾ മൊത്തത്തില് സെർച്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഏകദേശം പഠിച്ചു എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. സോ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആരെങ്കിലും ഒരാള് ഇവിടെ ഉണ്ട് കള്ളന്മാര്. ഇവിടെ എവിടെയോ സൗണ്ട് കേട്ടു. ഒരാള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഓക്കെ ഇവിടെ ഇല്ല. എവിടെ ഉള്ളത് നോക്കാം. ഒരാളെ കിട്ടി. ഇപ്പൊ അമ്മക്കുട്ടികളുടെ കുറെ നേരമായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ഒരാളും കൂടി ഉണ്ടോ അറിയാൻ പറ്റൂല. ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് മേലെ ഭാഗത്തു കൂടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒന്നും കാണാനില്ല. വലിയ വിസിലടിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ എവിടെ ഉള്ളത് എന്നൊക്കെ ഉള്ളത്. ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ? എടാ മറ്റവൻ ഇനി ഇവിടെ കിടക്കൂലടാ പേടിച്ചിട്ട്. ഇവിടെ ഒന്നും ഇല്ലട്ടോ. കള്ള അങ്ങോട്ട് മാറി നിക്കടാ. അവിടെ നിക്കണുണ്ട്. ഓടാ നിക്കവനെ. അതിന് ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കാണൂലെന്ന് കരുതിയോ? ഇനി വെറും 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. വെറും 3 ആൾക്കാര്. അവരവിടെയെന്നാ തോന്നണത്. വാ. കള്ള ഇങ്ങോട്ട് വാടാ. ഇവരൊക്കെ മണ്ടന്മാരാ. ഇവരൊക്കെ ഇങ്ങനെ നിക്കണത്. എനിക്ക് ഇനി അറിയാം. ഇനി ഗൈസ് ഇവര് പിന്നെ മേലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനാദ്യം നമുക്ക് സ്റ്റെപ്പ് കയറണം. വാ ഗൈസ് ഇനി വെറും ഒരാളെ കൂടി ഉള്ളൂ. ബ്രോ നമ്മൾ അണ്ടറായതുകൊണ്ട് പാടെ. അയ്യോ ഇതങ്ങനെ പോണു മേലക്ക്. ഇവിടുന്നാണല്ലോ സൗണ്ട് വന്നത്. ബ്രോ ഗൈസ് ഇവനായിരുന്നവൻ. ബ്രോ ഇവനൊക്കെ ലേറ്റ് എത്തിച്ചിരിക്കണോ മേത്ത്. ഈ ഗെയിം കൊള്ളട്ടോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് 2 മൾട്ടിപ്ലെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.